യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റഡി വ്ളോഗ് ഒന്നല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ എങ്ങനെ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ മോർണിംഗ് നമ്മൾ യൂഷ്വൽ മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. പിന്നെ യൂഷ്വലി മോർണിംഗ് ഞാനങ്ങനെ ചായ കുടിക്കാറില്ല, സിംപ്ലി വെള്ളമാണ് കുടിക്കാറ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു മോർണിംഗ് വാക്കിന് പോയിട്ടോ. ഞാൻ വീട്ടിലുള്ള ദിവസമൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ നടക്കാൻ പോകാറുണ്ട്. കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോണത്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ചെറിയ പറമ്പ്, എൻ്റെ വലിയൊരു കുളം, ചെറിയൊരു തോട്, ഇതെല്ലാം ഉണ്ട്. മോർണിംഗ് അവിടെയൊക്കെ എല്ലാം പോയി കണ്ടിട്ട് ഒന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാറുണ്ട് എപ്പോഴും. ഞാൻ കുളത്തേക്ക് എത്തിയപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് സോ അമേസിങ്. ഇനി ഏതായാലും കുളം കാണിച്ച സ്ഥിതിക്ക് തോടുകൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതും കൂടി ഇൻക്ലൂഡ് ആക്കുന്നത്. ഇതാണ് നമ്മുടെ തോട്. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കളിക്കാനും മീൻ പിടിക്കാനൊക്കെ ഇവിടെ വന്നിരുന്നു ഞങ്ങൾ. ഇതിൽ കൂടെ നടക്കുമ്പോൾ എപ്പോഴും ആ നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. റൂം മൊത്തം നല്ല മെസ്സായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ അലമ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ടൊരു ബേസിക് ക്ലീനിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് 2 ദിവസം മുന്നേ വന്ന ഒരു പനിയുടെ ബാലൻസ് ഇപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യണില്ല കേട്ടോ. ചെറുതായിട്ട് കാണാൻ കുറച്ച് മെനാക്കി എടുക്കണമെന്നുള്ളൂ. അങ്ങനെ ഈ സൈഡ് നമ്മൾ ഓൾമോസ്റ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലാണ്ട് നൈസായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഭാഗം ക്ലീനാക്കി എടുക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡ് അലമ്പാവാറുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പതിവ്. അപ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് ക്ലീനാക്കി എടുത്തു. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ടീപ്പോയുടെ മുകളിൽ നോക്കുമ്പോൾ അവിടെ ഒരു ശൂന്യത വെളിയുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ ചെറിയൊരു ഡെക്കറേഷൻ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ബാഗിൽ കുറച്ച് നാളായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ചെറിയൊരു അലങ്കോലപ്പണി ചെയ്യാമെന്നായിരുന്നു എൻ്റെ പ്ലാന്. ഇത് ഞാൻ കുറേ മുന്നേ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പെയിൻറ് ബോട്ടിലായിരുന്നു. ആ ഫ്ലവേഴ്സ് ഇതിൻ്റെ മുകളിൽ സെറ്റാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം ബോട്ടിലിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് വെക്കുമ്പോൾ അത് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഈ ഫ്ലവേഴ്സിനെ ഒന്ന് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ വെക്കുകയാണ്. ഇനി ഡോറൊക്കെ തുറന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു ചെറിയ പ്രഹസനമൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇടുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. പിന്നെ ഇതൊരു അൺപ്രൊഡക്റ്റീവായിട്ടുള്ള വ്ളോഗായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം വെറുതെ ഇരുന്നു കേട്ടോ. വെറുതെ ഒന്നും ചെയ്യാതെ ഫോണൊക്കെ നോക്കി റീൽസൊക്കെ കണ്ടിട്ട് കുറേ സമയം വെറുതെ കളഞ്ഞു. സംടൈംസ് ബീയിങ് അൺപ്രൊഡക്റ്റീവ് ഇസ് ഓൾസോ പ്രൊഡക്റ്റീവ്. പിന്നെ എൻ്റെ ബാലൻസ് ഉള്ള പനി ഇതുവരെയായിട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങിയിട്ട് വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് ഇറിറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐ മീൻ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വെതർ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൈ ഒക്കെ കാണാൻ ഒരു എസ്തെറ്റിക് ലുക്കായിരുന്നു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി അൺപ്രൊഡക്റ്റീവ് ഡേ. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയിട്ട് വേറെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ജസ്റ്റ് ഫുഡ് കഴിച്ചു. എനിക്കങ്ങനെ കാര്യമായിട്ട് കഴിക്കാൻ തോന്നിയില്ല. സിമ്പിളായിട്ട് എന്തെങ്കിലും കഴിക്കാനേ തോന്നിയുള്ളൂ. വെറുതെ ബ്രെഡും പീനട്ട് ബട്ടറും പഴമൊക്കെ കൂടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് ഡിന്നർ ഉണ്ടാക്കിയിട്ട് കഴിച്ചു.
അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വ്ളോഗ്. വേറൊരു ദിവസം മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. Ba-da-ba.